നമസ്കാരം. കഴക്കൂട്ടത്ത് എന്ത് സംഭവിക്കും? ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ആകാംക്ഷ പുലർത്തുന്ന ഒരു നിയോജക മണ്ഡലമായി കഴക്കൂട്ടം മാറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടുകളുടെ എണ്ണത്തെ മുന്നിൽ നിർത്തി ചർച്ച ചെയ്യുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ രണ്ടിടത്ത് മാത്രമാണ് BJPക്ക് മേൽക്കൈയുള്ളത്. അതൊന്ന് നേമവും മറ്റൊന്ന് വട്ടിയൂർക്കാവുമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എവിടെ കഴക്കൂട്ടം? എന്താണ് കഴക്കൂട്ടത്തിന് അങ്ങനെ ചോദ്യം വരാൻ കാരണം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖരന് 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടായ ഒരു സ്ഥലമാണ് കഴക്കൂട്ടം എന്നുള്ളത്. എന്നുവെച്ചാൽ NDAക്ക് 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിക്കൊടുത്ത ഇടത്ത് നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ചോദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചു കാലമായിട്ട് കഴക്കൂട്ടം BJP ജയിക്കും എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി നിൽക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ച് അന്ന് ശബരിമല വിഷയം വളരെ സജീവമായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് നാമജപ ഘോഷയാത്രയൊക്കെ നടത്തി അതിശക്തമായിട്ട് നായർ പെണ്ണുങ്ങൾ ഇതിനെ വെല്ലുവിളി പോലെ ഉയർത്തുകയും സ്ത്രീകളെ എവിടെ ഒരിക്കലും കയറ്റാൻ പാടില്ലെന്ന് നായർ പെണ്ണുങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഞാൻ ആ സമയത്ത് കഴക്കൂട്ടത്തുള്ള സമയമാണ്. ആ സമയത്ത് അവിടെ നമ്മൾ കണ്ട ആ ഘോഷയാത്ര എന്ന് പറയുന്നത് നമ്മൾ അമ്പരപ്പിക്കുന്ന തരത്തിൽ വലുതായിരുന്നു എന്നുള്ളതാണ്. അത്രയധികം സ്ത്രീകൾ അതിനകത്ത് പങ്കാളികളായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ കരുതിയത് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ തോറ്റുപോകും എന്നാണ് കരുതിയത്. ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ തോറ്റുപോയി. അപ്പോൾ എന്താണ് ഈ കഴക്കൂട്ടത്തിനകത്ത് എന്ന് വലിയ ഒരു സംശയം നമുക്കുണ്ടാക്കുന്നൊരു കാര്യം. ഈ വർഷവും ആ കാര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കോൺഗ്രസ് ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 10 മണ്ഡലങ്ങളിൽ, നിയമമണ്ഡലങ്ങളിൽ ഡീലാണ് CPM BJPയും തമ്മിലാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, കഴക്കൂട്ടത്ത് ആര് തമ്മിലാണ് ഡീൽ എന്നുള്ളതാണ്. കാരണം കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, ഒന്ന് CPMൻ്റെയും മറ്റൊന്ന് BJPയുടെയുമാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എവിടെ? ആരാണത്? ആർക്കും അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ UDF നിർത്തിയിരിക്കുന്നത്. ഇതാണ് ഡീലെന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്ന ഡീൽ ഇതാണ് എങ്കിൽ ഇവിടെ ഈ ഡീൽ ആരെ സഹായിക്കാൻ? CPMനെ സഹായിക്കാനാണോ? അല്ലെങ്കിൽ BJPയെ സഹായിക്കാനാണോ? നമ്മൾ പൊതുവേ കരുതുന്നത് എന്താണ്? CPMനെ തോൽപ്പിക്കലാണ് കോൺഗ്രസിൻ്റെ ജോലി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡീൽ എന്ന് പറഞ്ഞതിനിടയിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലായിരിക്കും. വളരെ അപ്രസക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് 3-ാം സ്ഥാനം കൊണ്ടാണ് എപ്പോഴും UDF എന്ത് ചെയ്യുന്നത്? സംതൃപ്തരാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും 3-ാം സ്ഥാനം തന്നെയാണ് UDFനെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാം. അങ്ങനെ അറിയുന്നതിന് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 14 സീറ്റ്, 28-ൽ 14 സീറ്റും എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ BJPയുടെയും 10 സീറ്റ് CPMൻ്റെയും ബാക്കി 4 സീറ്റ് എന്ന് പറഞ്ഞാൽ UDFൻ്റെതുമാണ്. അതാണ് കഴക്കൂട്ടത്തെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 3-ാം സ്ഥാനത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുണ്ട്. അപ്പോൾ മത്സരമായിരുന്നു തമ്മിലുള്ള BJP തമ്മിൽ CPM തമ്മിലുള്ള മത്സരമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ആ പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, കടകംപള്ളിയെ നിയമസഭയിലേക്ക് വിടുകയോ അതോ മുരളീധരനായിരിക്കുമോ അവിടെ വരുന്നത്? മുൻമന്ത്രി, കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ നിയമസഭയിലേക്ക് എത്തുക എന്നുള്ള ചോദ്യം. BJPക്ക് നല്ല വിരവട്ടമുള്ള മുരളീധരൻ്റെ തന്നെ നാടായ, കടകംപള്ളിയുടെ നാടായ ഈ കഴക്കൂട്ടം എങ്ങനെയായിരിക്കും വിലയിരുത്താനായിട്ട് പോകുന്നത്? നമുക്ക് പൊതുവെ അതിൻ്റെ ഓരോ സ്ഥാനാർത്ഥിയുടെയും മണ്ഡലത്തിലുള്ള സ്വാധീനത്തിൻ്റെയും അതുപോലെ തന്നെ അവരവിടെ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രീയത്തെയുമൊക്കെ പരിശോധിച്ചുകൊണ്ട് ഒരു വിലയിരുത്തൽ നടത്തിയാൽ തീർച്ചയായിട്ടും മുരളീധരനും അതുപോലെ തന്നെ കടകംപള്ളിയും തമ്മിൽ ടഫ് ഫൈറ്റാണ് അവിടെ നടക്കാനായിട്ട്. ആര് വിജയിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് കഴിയില്ല. കാരണം ഇപ്പോഴുള്ള വിഷയം ഏറ്റവും രൂക്ഷമായിട്ടുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ പ്രതിഫലിക്കേണ്ട ഇടം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. കാരണം എന്താണ്? പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളുണ്ട്. പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ശത്രുതയെക്കുറിച്ചുള്ള ചർച്ചയുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് പോറ്റി പോയിട്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസൊക്കെ ഫയൽ ചെയ്തിരിക്കുന്നതൊക്കെ വാർത്തകളായിട്ട് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ മുരളീധരൻ എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക? ഏത് രീതിയിൽ മുരളീധരന് മുന്നോട്ട് പോകാനായിട്ട് കഴിയും? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തമ്മിലുള്ള മത്സരത്തിൽ ആര് മുന്നിൽ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ്
ഈ ചിത്രത്തിലില്ല എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതായിരുന്നു. BJPയും CPM നേർക്കുനേർ മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഒരു നേരിയ മുൻതൂക്കം എന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് തന്നെ നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ കാരണം ഈ പൊതുവെ നിലനിൽക്കുന്ന MLA മാർ. നമ്മൾ പത്രങ്ങളിലൊക്കെ മിക്കവാറും കടകംപള്ളി സുരേന്ദ്രൻ ഇനി വളരെയധികം നെഗറ്റീവ്സ് ഉണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതെല്ലാം മണ്ഡലത്തിന് പുറത്തുള്ള ദിശകളിൽ വീശുന്ന കാറ്റുകൾ തന്നെയാണ്, അല്ല അഭിപ്രായങ്ങൾ തന്നെയാണ്. പക്ഷേ മണ്ഡലത്തിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ എല്ലായിടത്തും ഓടിയെത്തുകയും എല്ലാവരെയും കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ബന്ധം വളരെ ശക്തമാണ്. അതുകൊണ്ട് എളുപ്പത്തിലൂടെ കടകംപള്ളി സുരേന്ദ്രൻ അടിഞ്ഞുവാനായിട്ടുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുരളീധരനും അതേപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ഈ മത്സരം ഏറ്റവും രൂക്ഷവും ഇഞ്ചോടിഞ്ച് ശക്തമായി മാറുന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ആര് ജയിക്കും എന്ന് ഞാനെന്തായാലും ഒരു നിഗമനത്തിലെത്തുന്നില്ല. ആർക്ക് മുൻതൂക്കമുണ്ട് എന്ന് പോലും ഉറപ്പിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മത്സരം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കുറച്ച് ദിവസങ്ങൾ, ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാം. നമുക്ക് ആ സമയത്ത് ഒന്നുകൂടി വേണമെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോഴത്തെ സ്ഥിതി പൊതുവെ ഇതാണ് എന്ന് വെച്ചാൽ UDF അവിടെ ചിത്രത്തിലില്ല.